കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് രാജ്യസഭ MP ജോൺ ബ്രിട്ടാസിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് നടനും ഇടതുപക്ഷ സഹയാത്രികനുമായ വിനായകൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. CJPയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം ബ്രിട്ടാസ് തന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഹൈജാക്ക് ചെയ്തു എന്നാണ് വിനായകന്റെ വിമർശനം. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി സമരങ്ങൾ ഹൈജാക്ക് ചെയ്യാതെ വല്ല പണിയുമെടുത്ത് കുടുംബം പോറ്റാനാണ് വിനായകൻ ബ്രിട്ടാസിനെ ഉപദേശിച്ചത്. ജോൺ ബ്രിട്ടാസും റഹീമും അടക്കം കേരളത്തിൽ നിന്നുള്ള ഇടത് MP-മാർ ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്തുണയുമായി രംഗത്തുണ്ടായിരുന്നു. SFI നേതാവ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ഡൽഹി പോലീസ് CPM ഓഫീസിൽ യൂണിഫോം ധരിക്കാതെ എത്തിയപ്പോൾ അവരുമായി ബ്രിട്ടാസ് സംസാരിക്കുകയും അവരെ തിരിച്ചയക്കുകയും ചെയ്തിരുന്നു. അത് കൂടാതെ RSSന്റെ ഹിറ്റ് ലിസ്റ്റിൽ മൂന്നാമത്തെ പേര് തന്റേതാണ്, അത് തനിക്കുള്ള ബഹുമതിയാണ് എന്നും പറഞ്ഞ് ശ്രീ ബ്രിട്ടാസ് വീണ്ടും വന്നിരുന്നു. അദ്ദേഹം പറയുന്നത് ജന്തർ മന്ദറിലെ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് RSS മുഖപത്രമായ ഓർഗനൈസർ തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റിൽ താൻ മൂന്നാമത് ഉണ്ടെന്നാണ്. ഈ പ്രക്ഷോഭത്തിൽ പങ്കാളികളായ കുഴപ്പക്കാരും അപകടകാരികളും എന്ന് ആരോപിക്കപ്പെടുന്നവരുടെ പട്ടികയിലാണ് തന്റെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും ഭീഷണികൾക്ക് വഴങ്ങി സമരരംഗത്ത് നിന്ന് പിന്മാറില്ലെന്നും അദ്ദേഹം പറയുന്നു. ഡൽഹിയിൽ RSS തയ്യാറാക്കിയ ലിസ്റ്റിൽ ഒരു കാരണവശാലും ബ്രിട്ടാസിന്റെ പേര് വരാൻ സാധ്യതയില്ല. ഇനി അങ്ങനെ വന്നാലും അത് ബ്രിട്ടാസ് അറിയാനും പോകുന്നില്ല. കേരളത്തിൽ CPM-ഉം RSS-ഉം തമ്മിൽ പണ്ടേ മുതൽ സംഘർഷങ്ങളും ആക്രമണങ്ങളും കൊലപാതകങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ജയരാജന്മാരും പിണറായി വിജയനും ഒക്കെ അന്ന് അവരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. എന്നാൽ അഖിലേന്ത്യാ തലത്തിൽ നോക്കിയാൽ ബ്രിട്ടാസ് ആരാണെന്ന് പോലും RSS-കാർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. അതുകൊണ്ട് ലിസ്റ്റിലെ മൂന്നാമനായി സ്വയം അവരോധിക്കുന്നതൊക്കെ അല്പം കടന്ന കൈയാണ്. അതേപോലെ രാജ്യസഭയിലും ഒരു സംഭവമുണ്ടായി. AIADMKയുടെ MP-ആയ ഡോക്ടർ തമ്പിദുരൈ നീറ്റ് വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. അവർ ഓണറബിൾ ഫോർമൽ ചീഫ് മിനിസ്റ്റർ അമ്മ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് കേട്ടപാടെ പുറകിൽ ഇരുന്ന ജോൺ ബ്രിട്ടാസ് ഉടനെ വിച്ച് അമ്മ എന്ന് പലതവണ ചോദിച്ച് തമ്പിദുരൈയുടെ പ്രസംഗം തടസ്സപ്പെടുത്തി. അദ്ദേഹത്തെ നോക്കി പരിഹസിച്ചുകൊണ്ടിരുന്നു. ജയലളിതയെക്കുറിച്ചാണ് പറയുന്നതെന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും മനസ്സിലായി. നോർത്ത് ഇന്ത്യക്കാർ അടക്കമുള്ള മറ്റ് MP-മാർ അത് കേട്ടിരുന്നു. അപ്പോഴാണ് മലയാളിയായ ബ്രിട്ടാസിന് അമ്മ എന്ന പരാമർശം ശരിയല്ലെന്ന് തോന്നിയത്. സാങ്കേതികമായി അത് ന്യായമാണ്, ജയലളിത അമ്മ എന്നെങ്കിലും പറയാമായിരുന്നു. പക്ഷേ തമിഴന്മാർ പൊതുവെ പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് പാർലമെന്റിൽ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. പക്ഷേ ബ്രിട്ടാസിനെ തമ്പിദുരൈയെ ഒന്ന് ചൊറിയണം, ജയലളിതയെ ഒന്ന് ചൊറിയണം. അങ്ങനെ തമ്പിദുരൈ പ്രസംഗം തുടരാൻ നോക്കിയപ്പോഴും ബ്രിട്ടാസ് വിച്ച് അമ്മ എന്ന് ചോദിക്കുന്നു. അപ്പോൾ തമ്പിദുരൈ ബ്രിട്ടാസിനെ ചൂണ്ടിക്കൊണ്ട് യുവർ അമ്മ എന്ന് പറയും. ഒരു ഇളിഭ്യ ചിരിയോടെ ബ്രിട്ടാസ് ആ പ്രഹരം ഏറ്റുവാങ്ങി സംതൃപ്തനായി അവിടെ ഇരിക്കുന്നു, കൈകൾ കൂപ്പുന്നു. ഒരു ആവശ്യവുമില്ലാത്ത കാര്യത്തിന് ഷോ കാണിക്കാൻ പോയതാണ് ഈ പ്രശ്നത്തിന് കാരണം. തമ്പിദുരൈ സൈകെട്ടാണ് അത് പറഞ്ഞത്. അയാൾ നിരക്ഷരനൊന്നുമല്ല, സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ഉള്ള ആളാണ് തമ്പിദുരൈ. മറ്റുള്ളവരോട് എല്ലായ്പ്പോഴും പുച്ഛവും പരിഹാസവും താൻ എന്തോ വലിയ സംഭവമാണെന്നുമുള്ള ഒരു ശരീരഭാഷ ആർക്കും നല്ലതല്ല. ഇദ്ദേഹം കൈരളി ചാനൽ പണ്ട് നടത്തിയിരുന്ന JB ജംഗ്ഷൻ എന്ന പരിപാടി കണ്ടവർക്കറിയാം ബ്രിട്ടാസിന്റെ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. പലരുടെയും മുന്നിൽ അത് കാണിച്ചിട്ടുണ്ട്. എന്നാൽ പൃഥ്വിരാജിനെ പോലെയുള്ള ചിലർ അത് പൊളിച്ചു കൊടുത്തിട്ടുമുണ്ട്. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാജ്യസഭ MP എന്ന സ്ഥാനം തീരാൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒരിക്കൽ കൂടെ MP സ്ഥാനം വേണമെങ്കിൽ പിണറായി വിജയൻ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. പാർട്ടിയുടെ അവസ്ഥ എങ്ങനെയാണ്? അതിന് CPM പാർട്ടി തന്നെ വിചാരിക്കണം. അതാണ് ഡൽഹിയിൽ നടക്കുന്ന അന്യായ ഷോ. അതുകൊണ്ടാണ് ഞാൻ RSSന്റെ ഹിറ്റ് ലിസ്റ്റിലുണ്ടെന്ന് മൈക്ക് വെച്ച് വിളിച്ചു പറയുന്നു. സഭയിലെ അറ്റൻഡൻസ് ഒക്കെ എടുത്ത് കാണിച്ചു കൊണ്ട് അനുയായികളും രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ വിച്ചമ്മ പ്രയോഗം മൂലം ബ്രിട്ടാസ് ചെന്ന് കയറുന്നത് തമിഴന്മാരുടെ ഹിറ്റ് ലിസ്റ്റിലേക്കാണ്. ഈ സംഭവം തമിഴ്നാട്ടിൽ നല്ല രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലും ന്യൂസിലുമൊക്കെ അമ്മയെ അപമാനിച്ച ബ്രിട്ടാസ് ആണ് ചർച്ചാ വിഷയം. തമിഴന്മാരുടെ ഒരു രീതി വെച്ച് നോക്കിയാൽ അവർ ചിലപ്പോൾ RSSനേക്കാൾ അപകടകാരികളാണ് എന്ന് പറയാനുണ്ട്. അടുത്ത കാലത്തെങ്ങും ആ വഴിക്ക് പോകാതിരിക്കുക എന്നതാണ് ബ്രിട്ടാസിന് ചെയ്യാവുന്ന ഏറ്റവും നല്ല പ്രതിരോധ മാർഗം.